അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലൂടെയാണ്. ദുൽഹജ്ജ് മാസം വളരെയേറെ പവിത്രത നിറഞ്ഞ മാസമാണ്. അതിൽ ആദ്യത്തെ 10 വളരെയേറെ ശ്രേഷ്ഠതയുള്ള 10ആണ്. അതിൽ അറഫ ദിനം വളരെയേറെ മഹത്വമുള്ള ദിവസമാണ്. അപ്പോൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിനങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളേക്കാൾ ആരാധനകൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമായ മറ്റൊരു ദിനവുമില്ല. നോമ്പ്, ഹജ്ജ്, നിസ്കാരം, ദാനധർമ്മം എന്നീ 4 സംഗമിക്കുന്ന മാസമാണ് ദുൽഹിജ്ജ. അപ്പോൾ ദുൽഹിജ്ജയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നോമ്പ്, ഹജ്ജ്, നിസ്കാരം, ദാനധർമ്മം എന്നീ 4 സംഗമിക്കുന്ന മാസമാണ്. ഇതുപോലൊരു വേറൊരു മാസമില്ല. 4 സംഗമിക്കുന്ന മാസമാണ്. ഈ പ്രത്യേകത മറ്റൊരു മാസത്തിനുമില്ല. അതുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിന് ഇത്രയും മഹത്വം ലഭിച്ചതെന്ന് ഹദീസുകളെ വിശദീകരിച്ച് ഹാഫിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഈ ദിനങ്ങളിൽ അങ്ങാടിയിലേക്ക് പുറപ്പെട്ടിരുന്നത് തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു. ജനങ്ങളും അവരോടൊപ്പം തക്ബീർ ഏറ്റുചൊല്ലുമായിരുന്നു. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന നബിവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. ദുൽഹിജ്ജ 8 ദിവസവും നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ്. ദുൽഹിജ്ജയിലെ 8 ദിവസവും നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ്. ഈ 10 ദിനങ്ങൾക്ക് ധാരാളം ശ്രേഷ്ഠതകളുമുണ്ട്. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അവയെല്ലാം ഓരോ നബിമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണിത്. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിട്ടുവീഴ്ച നൽകിയ ദിവസം ദുൽഹിജ്ജയിലെ 1-ാമത്തെ ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിട്ടുവീഴ്ച നൽകിയത് ദുൽഹിജ്ജയിലെ 1-ാമത്തെ ദിവസമാണ്. അതിനാൽ ആ ദിനം നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു നൽകുന്നതാണ്. ഇനി ദുൽഹിജ്ജയിലെ 2-ാം ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2-ാം ദിനമാണ് യൂനുസ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവിടുന്ന് മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത ദിവസമാണ്. അപ്പോൾ 2-ാം ദിവസത്തിൻ്റെ പ്രത്യേകതയാണിത്. ആ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ 1 വർഷം കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചവനെ പോലെയാണ്. 1 വർഷം കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചവനെ പോലെയാണ് 2-ാമത്തെ ദിവസം നോമ്പെടുത്താൽ. ഇനി 3-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടത് 3-ാമത്തെ ദിനത്തിലാണ്. അന്ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അപ്പം 3-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഇനി 4-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, 4-ാം ദിനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. 4-ാം ദിനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അന്ന് നോമ്പെടുത്തവരുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും അള്ളാഹു ഇല്ലാതാക്കുന്നതാണ്. 4-ാം ദിനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആ ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അവരുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും അള്ളാഹു ഇല്ലാതാക്കും. ഇനി 5-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? 5-ാം ദിവസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. ഈ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കാബിഡത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചനമുണ്ടാകും. എത്ര വലിയ ഭാഗ്യവാന്മാർ അല്ലേ! ദുൽഹിജ്ജ 5-ാം ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ആ ദിവസമാണ് ജനിച്ചത്. ആ ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ കാബിഡ്യത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ഇനി 6-ാം ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, ആ ദിനത്തിലാണ് അല്ലാഹു ഹബീബായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം നന്മകളുടെ കവാടം തുറന്നു കൊടുത്തത്. ഈ ദിനത്തിലെ നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുന്നതാണ്. 6-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം നന്മകളുടെ കവാടം തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെ ഈ ദിനത്തിൽ നോമ്പെടുത്താൽ അല്ലാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുന്നതാണ്.
ഇനി 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, 7-ാം ദിനത്തിൽ നരക കവാടങ്ങൾ അടക്കപ്പെടും. അയ്യാമുൽ അശ്ർ കഴിയാതെ അത് തുറക്കപ്പെടുകയില്ല. അതായത് ദുൽഹിജ്ജ 10 ദിവസങ്ങൾ കഴിയാതെ, ദുൽഹിജ്ജ 10 ദിനങ്ങൾ കഴിയാതെ അത് തുറക്കപ്പെടുകയില്ല. ഈ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രയാസങ്ങളുടെ 30 കവാടങ്ങൾ അടക്കപ്പെടുകയും ഐശ്വര്യത്തിൻ്റെ 30 കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ദുൽഹിജ്ജയിലെ 7-ാമത്തെ ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. പ്രയാസങ്ങളുടെ 30 കവാടങ്ങൾ അവരിൽ അടക്കപ്പെടുകയും ഐശ്വര്യത്തിൻ്റെ 30 കവാടങ്ങൾ അവരിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. 8-ാമത്തെ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നാൽ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത്രക്കും പ്രതിഫലമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ 7 ദിവസത്തിന് നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്, ഏറ്റവും വലിയ മഹത്വമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 8-ാമത്തെ ദിവസം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അന്ന് നമുക്ക് നോമ്പനുഷ്ഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. അതുകൊണ്ട് അത് അത്രത്തോളം വലുതായിരിക്കും ആ പ്രതിഫലം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 9-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, ദുൽഹിജ്ജയിലെ 9-ാമത്തെ ദിവസമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 9-ാമത്തെ ദിവസമാണ് അറഫാ ദിനം. ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫയിലെ സംഗമം. ഹജ്ജ് എന്നാൽ അറഫ എന്നാണ് പാഠം. അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുണ്ട്. മുമ്പുള്ള ഒരു വർഷത്തെയും ശേഷമുള്ള ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം, അതായത് അറഫ ദിനം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെയും ശേഷമുള്ള ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകും എന്ന് ഹദീസിലുണ്ട്. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കണ്ടുമുട്ടിയ സ്ഥലമായതിനാലാണ് ഇതിനെ അറഫ എന്ന് വിളിക്കുന്നതെന്ന് അഭിപ്രായവുമുണ്ട്. അറഫ എന്ന നാമകരണത്തിന് മറ്റു പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപ്രധാനമായ അവസാന പ്രസംഗം നിർവഹിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപ്രധാനമായ അവസാന പ്രസംഗം നിർവഹിച്ചത് ഇവിടെ വെച്ചായിരുന്നു. പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, ഹബീബായ തങ്ങൾ, നിങ്ങളോട് സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ വെച്ച് എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. അപ്പോൾ എന്താണ് നിങ്ങൾ മറുപടി പറയുക? അപ്പോൾ ജനസമൂഹം ഒരേ സ്വരത്തിൽ മറുപടി നൽകുകയാണ്, അങ്ങ് അള്ളാഹുവിൻ്റെ സന്ദേശം ഞങ്ങളെ അറിയിക്കുകയും അങ്ങയുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മറുപടി നൽകും എന്ന് ജനസമൂഹം ഒരേ സ്വരത്തിൽ മറുപടി പറയുകയാണ്. അന്നേരം ആകാശത്തേക്ക് കണ്ണും കൈയും ഉയർത്തി അവിടുന്ന് ഹബീബായ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ അഭിസംബോധനം ചെയ്ത് നടത്തിയ പ്രസംഗം ചരിത്രത്തിലിടം പിടിച്ച ഒന്നായിരുന്നു. ഇസ്ലാം പൂർണ്ണമായെന്നുള്ള ഖുർആന്റെ പ്രഖ്യാപനവും അറഫയിൽ വെച്ചായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അറഫാ ദിനം അത് വിശ്വാസികൾക്ക്, ഇസ്ലാമിനെ അഭിമാനിക്കാവുന്ന ദിവസമാണ്. കാരണം അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ ഒരു സ്ഥലത്തും മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ല. അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ ഒരു സ്ഥലത്തും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നില്ല. ഇവിടെ വെച്ചല്ലാതെ അവരിൽ ചിലരെ അറിയുന്നില്ല. അതാണ് പ്രത്യേകത. അവിടെ വെച്ച് പരസ്പരം പല ഭാഗത്തു നിന്നും വന്ന ആളുകൾ ഇവിടെ വെച്ചല്ലാതെ പരസ്പരം അറിയാതെ മുസ്ലിങ്ങൾ എല്ലാവരും, വിശ്വാസികൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഇടം. അപ്പോൾ അറഫാ ദിനം ഭക്തിയുടെയും കണ്ണീരിൻ്റെയും ദിനമാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമാണ്. പിഴവുകൾ മായ്ക്കപ്പെടുന്ന ദിവസമാണ്. അറഫയിൽ സമ്മേളിച്ചവരെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം കൊള്ളും. അന്നത്തെ കാര്യം അള്ളാഹു വളരെ മഹത്തരമാക്കുകയും അതിൻ്റെ സ്ഥാനത്തെ മറ്റു ദിവസങ്ങളെക്കാൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൻ്റെ മഹത്വങ്ങളും അള്ളാഹു ഈ ദിവസത്തെ മറ്റു ദിവസങ്ങളെക്കാൾ മഹത്തരമാക്കിയതിൻ്റെ പ്രത്യേകതയുമെല്ലാം നാം അറിഞ്ഞുകൊണ്ട് ആ ദിവസത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും ഹജ്ജിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്.
ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരി സഹോദരന്മാർ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഹജ്ജ് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം നൽകട്ടെ. അവരുടെ എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കട്ടെ. അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അവർക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. അവരുടെ ഹജ്ജ് പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നമുക്കിടയിലും ഒരുപാട് സഹോദരി സഹോദരന്മാർ ഹജ്ജും ഉംറയും എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇനി വരുന്ന ഹജ്ജ് സമയത്ത് ഹജ്ജ് ചെയ്യുവാനും ഉംറയുടെ സമയത്ത് ഉംറ ചെയ്യുവാനുമൊക്കെയുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരുപാട് ആളുകൾ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. അതുപോലെ അറഫാ ദിനത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലാഹു ആദം സന്തതികളിൽ നിന്നും കരാർ വാങ്ങിയ ദിവസമാണ്. അതുപോലെ പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും അറഫയിൽ നിൽക്കുന്നവരെ കൊണ്ട് അല്ലാഹു അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് അറഫാ ദിനം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അന്ന് കിട്ടുന്ന മഹത്വം ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇവിടെ നമുക്കും ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കാനുണ്ട് ആ ദിവസം. അപ്പോൾ ആ ദിവസം പരമാവധി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടിക്കൊണ്ടും ദുആ ചെയ്തുകൊണ്ടും തൗബ ചെയ്തുകൊണ്ടുമെല്ലാം ആ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പരമാവധി അന്നത്തെ ദിവസം സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പരമാവധി ആ ദിവസം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സ്വതക്ക ചെയ്തുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ആ സൽക്കർമ്മങ്ങൾ ഉറപ്പായും സ്വീകരിക്കുന്നതാണ്. ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അറഫാ ദിനം അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസം, ദുൽഹിജ്ജ 10ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് പത്താം ദിനം ബലിപെരുന്നാളാണ് എന്നുള്ളത്. ദുൽഹിജ്ജ 10ാമത്തെ ദിവസമാണ് ബലിപെരുന്നാളായി നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അന്ന് ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ അതിൻ്റെ രക്തത്തുള്ളികളുടെ കണക്കനുസരിച്ച് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. അപ്പോൾ ദുൽഹിജ്ജ 10ാമത്തെ ദിവസം, അതായത് ബലിപെരുന്നാൾ ദിവസം ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ, ആ ദിവസം ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ അതിൻ്റെ രക്തത്തുള്ളികളുടെ കണക്കനുസരിച്ച് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. കൂടാതെ ഈ ദിവസത്തിൽ ഭക്ഷണം നൽകുന്നതും സ്വതക്ക നൽകുന്നതും ഏറെ പുണ്യകരമായ കാര്യമാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം വന്നിട്ടുണ്ടാകും, പെരുന്നാൾ ദിവസം തന്നെ ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കണോ എന്നുള്ളത്. അപ്പോൾ ഉളുഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ച്, ഉളുഹിയ്യത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഏതൊക്കെ ദിവസം ഉളുഹിയ്യത്ത് കർമ്മം നടത്താം, അതുപോലെ തന്നെ അതിൻ്റെ വിധികൾ എങ്ങനെയാണ് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതിൻ്റെ മഹത്വം എത്രത്തോളമാണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്തൊക്കെയാണ്, ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത ദിവസം ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട്, ആ ക്ലാസ് കണ്ടുകൊണ്ട് ഉളുഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ എല്ലാം ഉളുഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ച് എല്ലാം വിശദമായി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ദുൽഹിജ്ജ 10ാം ദിവസത്തിൻ്റെ പ്രത്യേകത ഇത്രത്തോളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. നമ്മുടെ അടുത്തു നിന്നും ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഹജ്ജ് പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടി ഒരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ ഹജ്ജൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്കിടയിലും ഒരുപാട് ആളുകൾ ഹജ്ജും ഉംറയും എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ച റബ്ബ്
അവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. റഹ്മുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങൾക്കിടയിൽ നിന്നും ധാരാളം ആളുകൾ ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, അവരുടെ എല്ലാം ഹജ്ജിനെ നീ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഇനിയും പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകുക അല്ലാ. ഞങ്ങൾക്കിടയിൽ ഹജ്ജ് ചെയ്യാൻ ഒരുപാട് സഹോദരന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഹജ്ജ് ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാക്കണമേ അല്ലാ. അതുപോലെ ഒരു ഉംറയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്ക് ഉംറ നിർവഹിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ അല്ലാ. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ അല്ലാ. നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊരുത്തപ്പെട്ടതാ അല്ലാ. ഞങ്ങളുടെ ഇരുലോകവും നീ വിജയത്തിലാക്കണമേ അല്ലാ. ഞങ്ങളുടെ ഇരുലോകവും നീ വിജയത്തിലാക്കണമേ അല്ലാ. ഞങ്ങളുടെ ഇരുലോകവും നീ വിജയത്തിലാക്കണമേ അല്ലാ. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സഹോദരന്മാർ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരാകാം. അവരുടെ എല്ലാവിധ പ്രയാസങ്ങൾ, എല്ലാവിധ വിഷമങ്ങൾ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അതിൻ്റെ മഹത്വം ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ അതിൻ്റെ പുണ്യം ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ ഈ ഇസ്ലാമിക അറിവുകൾ ഞങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു ബറക്കത്ത് ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി നീ വളർത്തേണമേ അല്ലാ. റഹ്മുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങൾക്കിടയിൽ ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർ, അവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകണമേ അവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകണമേ അവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകണമേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണമേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ അറഫ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യത്തെ 10 ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം നീ ഉത്തരം നൽകണമേ എല്ലാം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. എല്ലാം നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകുക ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾക്കും നീ സ്വർഗം നൽകണമേ സ്വർഗം നൽകണമേ നരകത്തെ തൊട്ട് നീ ഹറാമാക്കണമേ സ്വർഗം നൽകണമേ എല്ലാവരെയും വീണ്ടും ഉണർത്തുകയാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ശ്രേഷ്ഠതകളേറെയുള്ള ദിവസമാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.